Good afternoon. Good afternoon. Okay. ഓണമൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചോ? കുറച്ച് ദിവസങ്ങളായല്ലേ നമ്മൾ കണ്ടിട്ട്. ഓക്കെ, അടിപൊളിയായിരുന്നോ? ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു പറഞ്ഞത്? ടെക്സ്റ്റ് ഒക്കെ എടുക്കുന്നൊന്ന് നോക്കിയായിരുന്നോ? എവിടെ വരെയായിരുന്നു റിക്രൂട്ട്മെന്റിന്റെ മെറിറ്റ്സുകൾ അല്ലെ? എക്സ്റ്റേണൽ സോഴ്സിന്റെ മെറിറ്റ്സുകളാണ് ഇനി നമുക്ക് പറയേണ്ടത് അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് എവിടെയാണ്? എക്സ്റ്റേണൽ സോഴ്സസ് അല്ലേ പറഞ്ഞത്? ഇതിന്റെ എല്ലാ പോയിന്റ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് മെറിറ്റ്സ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സസ്. അവിടെ നിന്നല്ലേ ഇനി സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഒന്ന് നോക്കിയേ. മെറിറ്റ്സ് മുതലല്ലേ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഒന്ന് റിപ്ലൈ അടിക്കോ? രേഖ, സരിക, ഷഹാന, ജോൺസി, സാന്ദ്ര. യെസ്, ഓക്കെ അല്ലെ? യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? എക്സ്റ്റേണൽ സോഴ്സ് ആണ്. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷന്റെ ആ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാൻ നമ്മൾ ഓർഗനൈസേഷന് പുറത്ത് നിന്ന് എന്ത് ചെയ്യുന്നു? കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്നു, റിക്രൂട്ട് ചെയ്യുന്നു. അതാണ് എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറഞ്ഞത് അല്ലെ? കാൻഡിഡേറ്റ് ഓർഗനൈസേഷൻ ക്യാൻ ഫുൾഫിൽ ദ ജോബ് പൊസിഷൻ ഫ്രം ഔട്ട്സൈഡ് അല്ലെ? ത്രൂ the following methods. അവിടെ കുറച്ച് മെത്തേഡ്സ്, ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്, തേർഡ് പാർട്ടി മെത്തേഡ് ഒക്കെ നമ്മൾ പറഞ്ഞു. അതായത് ഓർഗനൈസേഷന്റെ ആ ഒരു ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് പുറത്തു നിന്ന്, ആ സ്ഥാപനത്തിന് പുറത്തു നിന്ന് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ സോഴ്സസ്. അപ്പൊ അങ്ങനെ നമ്മൾ എക്സ്റ്റേണൽ സോഴ്സസിനെ റിക്രൂട്ട്മെന്റിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ? എക്സ്റ്റേണൽ സോഴ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്കുള്ളത്, എന്തൊക്കെയാണ് അതിന്റെ മെറിറ്റ്സ് എന്നാണ് കേട്ടോ. പോയിന്റ് നോക്കാം. അപ്പൊ ഇവിടെ എക്സാമിന് ചോദിക്കാം മെറിറ്റ്സ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സസ് ഏതൊക്കെയാണ്? വൈഡ് ചോയ്സ്. ഒന്നാമത്തെ എന്താ? ഒരു വിശാലമായ ചോയ്സ് ഉണ്ട്. ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലാണെങ്കിൽ കുറച്ച് സ്റ്റാഫുകളെ ഉണ്ടാവുള്ളൂ അല്ലെ? അതിന്റെ ഉള്ളിൽ നിന്ന് വേണം നമുക്ക് ആ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ. പക്ഷെ ഓർഗനൈസേഷൻ പുറത്താകുമ്പോൾ ഇഷ്ടം പോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇല്ലേ? അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ ചൂസ് ചെയ്യാൻ പറ്റില്ല അവരെ. Organization can freely choose candidates from a huge pool. Pool എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. ഒരു വലിയൊരു കൂട്ടത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ആ സ്ഥാപനത്തിന് അതിന് ആപ്റ്റ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു വൈഡ് ചോയ്സ് ഉണ്ട്. ക്ലിയർ ആയി ഒന്നാമത്തെ പോയിന്റ്? ഒന്നാമത്തെ മെറിറ്റിന്റെ എക്സ്റ്റേണൽ സോഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നതില് ഫസ്റ്റ് മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വൈഡ് ചോയ്സ്. അതായത് സ്ഥാപനത്തിന് പുറത്ത് ഇഷ്ടം പോലെ കാൻഡിഡേറ്റ്സ് ഉണ്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചൂസ് ചെയ്യാവുന്ന, അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഫ്രീലി ചൂസ് കാൻഡിഡേറ്റ്സ് ഫ്രം എ ഹ്യൂജ് പൂൾ ഓഫ് ആപ്ലിക്കൻസ്. ഇനി രണ്ടാമത്തെ നോക്കി എന്താണ്? ഇൻജെക്ഷൻ ഓഫ് ഫ്രഷ് ടാലന്റ്. അപ്പൊ ഇതെന്താണെന്ന് വെച്ചാൽ എക്സ്റ്റേണൽ സോഴ്സിൽ നമ്മൾ കാൻഡിഡേറ്റ്സിനെ നിയമിക്കുമ്പോൾ എന്താണ്? ഫ്രഷ് ടാലന്റ് ആണ്. അതായത് കമ്പനിയിൽ പുതിയതായിട്ട് വരുന്ന ആളാണ് അല്ലെ? പഴയ ആളുകളല്ല, പുതുതായിട്ട് ഫ്രഷേഴ്സ് ആണ് അവിടെ കയറുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താന്ന് നോക്കിയാൽ people with unique skills and knowledge can be selected to energize the present employees and incorporate creative methods of working. അതായത് നമ്മളൊക്കെ കമ്പനിയിലേക്ക് നല്ല സ്കിൽസ്, കുറെ കാൻഡിഡേറ്റ്സിൽ നിന്നാണ് ഏറ്റവും ബെസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നല്ല നല്ല കഴിവുകളും അറിവുകളും ഒക്കെ ഉള്ളവരായിരിക്കും അല്ലെ? അങ്ങനെയുള്ളവരെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ആ കമ്പനിയിലേക്ക് നമ്മൾ റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ, അവിടെ ഉള്ള എംപ്ലോയീസോ, അവിടെ പ്രസന്റ് എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു? അവര് പുതിയ പുതിയ ഐഡിയാസും കാര്യങ്ങളും ചെയ്യുമ്പോഴും അതിനോടൊപ്പം എന്ത് ചെയ്യാ? ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് അല്ലെ? അവര് ചെയ്യുന്ന അത് ആ വർക്കിങ്ങില് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് പ്രസന്റ് എംപ്ലോയീസ് ശ്രമിക്കും. അങ്ങനെയല്ലേ? ഇപ്പൊ പുതിയ ഫ്രഷേഴ്സ് വരുമ്പോൾ അവർക്ക് പുതിയ പുതിയ ഐഡിയ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നിലവിലുള്ള ആളുകൾ എന്ത് ചെയ്യും? അവരുമായിട്ട് സഹകരിച്ച് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇതാണ് അടുത്തത് കേട്ടോ.
കമ്പനിയിലേക്ക് സ്കിൽസും നോളജും ആയിട്ടുള്ള ആളുകളെ നിയമിക്കുമ്പോൾ നമ്മുടെ പ്രസന്റ് ആയിട്ടുള്ള ആളുകൾ അവരുടെ സ്കിൽസ് എന്ത് ചെയ്യുന്നു, അവര് കുറച്ചും കൂടി ഡെവലപ്പ് ആവാണ്. അവര് ചെയ്യുന്നതിനൊപ്പം അവർക്കുടെ ആ വർക്കിങ്ങിൽ അവർക്കുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ അവര് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യുന്നു. അവർ അവിടെ കോപ്പറേറ്റ് ചെയ്യുന്നു. അവരുടെ കോപ്പറേറ്റ് ക്രിയേറ്റീവ് മെത്തേഡ്സ് ഓഫ് വർക്കിംഗ്, അവരുമായിട്ട് സഹകരിച്ച് വർക്ക് ചെയ്യുന്നു. അതൊരു മെറിറ്റ് ആണ്. അടുത്ത് നോക്കിയേ, മോട്ടിവേഷണൽ ഫോഴ്സ്. ഇതൊരു മോട്ടിവേഷൻ ആണ്, ഒരു പ്രചോദനമാണ്. മോട്ടിവേഷണൽ ഫോഴ്സ് ഉണ്ട്. Internal employees are encouraged to work hard and compete with the external candidates in search of career growth. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ഇന്റേണൽ എംപ്ലോയീസ് ആർ എൻകറേജ്ഡ് ടു വർക്ക് ഹാർഡ്. അപ്പം നമ്മൾ കമ്പനിക്ക് പുറത്തുള്ള ഒരാളെ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ പ്രസന്റ് എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു, ഇയാള് നന്നായിട്ട് വർക്ക് ചെയ്യാണ്, പുതിയതായിട്ട് വന്നവര് നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അപ്പൊ നിലവിലുള്ള എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു, അവരോടൊപ്പം ബീറ്റ് ചെയ്യാണ്. ശരിക്കും അവരോടൊപ്പം നിൽക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, അവര് കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്യും അല്ലെ, അവരോടൊപ്പം ആവാൻ. ആൻഡ് കംപ്ലീറ്റ് വിത്ത് എക്സ്റ്റേണൽ കാൻഡിഡേറ്റ്സ് ഇൻ സെർച്ച് ഓഫ് കരിയർ ഗ്രോത്ത്. അവരുടെ കരിയർ ഗ്രോത്തിന്റെ ഭാഗമായിട്ട് അവര് കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കും. ഇന്റേണൽ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു, എൻകറേജ് ടു വർക്ക് ഹാർഡ്. മനസ്സിലായോ അതെന്താ പറയുന്നതെന്ന്? അതൊക്കെ ഒരു മോട്ടിവേഷൻ ആണ്. നല്ല ടാലന്റ് ആയിട്ടുള്ള ആളുകളെ കമ്പനിയുടെ പുറത്തു നിന്ന് റിക്രൂട്ട് ചെയ്യുമ്പോൾ അവിടെ പ്രസന്റ് എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു, അവരെ നോക്കുമ്പോൾ അവരെ കാണുമ്പോൾ അവര് വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ അവർക്കൊരു പ്രചോദനം, ഒരു മോട്ടിവേഷൻ കിട്ടും. അവര് ചെയ്ത പോലെ നമ്മളും ചെയ്യണം, അല്ലെങ്കിൽ അവരോടൊപ്പം എത്തണം എന്നുള്ളത്. അപ്പൊ അതനുസരിച്ച് അവർ എന്ത് ചെയ്തു, ഹാർഡ് വർക്ക് ചെയ്യും, കുറച്ചുകൂടി എന്താണ് വർക്ക് ചെയ്ത് അവരോടൊപ്പം എത്താൻ നോക്കും. ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. എ ഹൈലി കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റ് ലൈക്ക് ദിസ് വുഡ് അസിസ്റ്റ് ആൻ എംപ്ലോയി ടു വർക്ക് ടു ബെസ്റ്റ് ഓഫ് ഹിസ് എബിലിറ്റി ആൻഡ് ആസ് ഹി ക്യാൻ. എന്താ അവിടെ പറഞ്ഞേക്കുന്നത്, ഇതുപോലെ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, അവിടെ ഒരു മോട്ടിവേഷൻ, അവര് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എത്താനായിട്ട് നമുക്കൊരു പ്രചോദനമാണ്. അപ്പൊ നമ്മള് പ്രസന്റ് എംപ്ലോയീസ് അവരോടൊപ്പം എത്താനായിട്ട് കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യും. അവരുമായിട്ട് എന്താണ്, ഒരു കോമ്പീറ്റ് അല്ലെ, ഒരു മത്സരം ബുദ്ധി വരും. എനിക്ക് അവരോടൊപ്പം എത്തണം, അല്ലെങ്കിൽ അവരോടൊപ്പം ആവണം എന്നുള്ളത് മത്സരിക്കാനും ഒക്കെ അതിന് കാരണമാകും. അപ്പൊ അങ്ങനെ ആ ഉയർന്ന ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം ആ എംപ്ലോയീസ്, പ്രസന്റ് എംപ്ലോയീസിന് അവരുടെ കഴിവിന്റെ പരമാവധി അല്ലെ, പരമാവധിയിൽ അതുപോലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടും പ്രവർത്തിക്കാൻ പറ്റും. ക്ലിയർ ആയോ? അങ്ങനെ ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, ഒരു അന്തരീക്ഷം എന്ത് ചെയ്യുന്നു, അസിസ്റ്റ് ആൻ എംപ്ലോയി ടു വർക്ക് ടു ദ ബെസ്റ്റ് ഓഫ് ഹിസ് എബിലിറ്റീസ് ആൻഡ് ആസ് ഹി ക്യാൻ. അവന് കഴിയുന്ന അവന്റെ കഴിവിന്റെ പരമാവധി അല്ലെ അവര് വർക്ക് ചെയ്യാനും ശ്രമിക്കും. അതാണ് ഒരു മോട്ടിവേഷൻ കിട്ടുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ പറയണേ നിങ്ങൾക്ക്? മോട്ടിവേഷണൽ ഫോഴ്സ് എന്താ ഉദ്ദേശിക്കുന്നത്? ഓക്കെ. പുതിയൊരാള്, നമ്മൾ അങ്ങനെയല്ലേ, നമ്മുടെ ഒരു ഓഫീസിലേക്ക് പുതിയൊരാള് വരികയാണ്, പുറത്തുനിന്ന് ഒരാള് ഒരു പൊസിഷനിലേക്ക് റിക്രൂട്ട് ചെയ്യുക. അയാള് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ അവിടെ പ്രസന്റ് ആയിട്ട് വർഷങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന എംപ്ലോയീസ് എന്ത് ചെയ്യും, അവരോടൊപ്പം എത്താനായിട്ട് ഒരു മോട്ടിവേഷൻ ആണ്. അവര് നന്നായിട്ട് ചെയ്യുമ്പോൾ അവരോടൊപ്പം എത്താനായിട്ട് അവർ ശ്രമിക്കും. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, അവരുടെ കഴിവിന്റെ പരമാവധി അവര് ചെയ്യും അല്ലെ. അടുത്തതാണ് ലോങ് ടൈം ബെനിഫിറ്റ്സ്. ലോങ് ടൈം ബെനിഫിറ്റ്സ്, ദീർഘകാല ഒരു ബെനിഫിറ്റ്, ഒരു പ്രയോജനങ്ങൾ കിട്ടാനായിട്ട്. ഇഫ് ദ കോമ്പീറ്റന്റ് ഇൻഡിവിജ്വൽ വിൽ ജോയിൻ ദ ഓർഗനൈസേഷൻ. കോമ്പീറ്റന്റ് എന്ന് പറഞ്ഞാൽ കഴിവുള്ള, അല്ലെങ്കിൽ അതിന് യോഗ്യതരായിട്ടുള്ള, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആ ഒരു സ്ഥാപനത്തിലേക്ക് റിക്രൂട്ട്മെന്റിലൂടെ അവര് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ദേ ക്യാൻ ജനറേറ്റ് ന്യൂ ഐഡിയാസ്. അവർക്ക് പുതിയ പുതിയ ഐഡിയകൾ ഉണ്ടാവും അല്ലെ. ന്യൂജൻ പിള്ളേര്, അവരൊക്കെ പുതിയ ഫ്രഷേഴ്സ്, പഠിച്ചിറങ്ങിയുള്ളവര്. അപ്പൊ പണ്ട് വർഷങ്ങളായിട്ട് നിന്നവരെക്കാളും അതങ്ങനെയല്ലേ, ഇപ്പൊ റീസെന്റ് ആയിട്ട് പഠിച്ചിറങ്ങുന്നവര് കുറച്ചും കൂടി പണ്ടുള്ളവരെക്കാളും കുറച്ചും കൂടി നല്ല ഇതാണ്. അപ്പൊ എന്താ പറയാ, അവർക്ക് അങ്ങനെ ആ പുതിയൊരു ആളുകള് നമ്മളെ കമ്പനിയുടെ പുറത്ത് നിന്ന് പുതിയൊരാള് ആ ഓർഗനൈസേഷനിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടാക്കാം. ദിസ് ക്യാൻ ക്രിയേറ്റ് എ കോമ്പറ്റീറ്റീവ് അറ്റ്മോസ്ഫിയർ. അവിടെ എന്താ, ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാകും. which would force the employee to give out of their best
ബെസ്റ്റ് കണ്ടോ. അപ്പൊ അവർക്ക് എന്താ എംപ്ലോയീസിന് പറഞ്ഞതുപോലെ തന്നെയാണ് കണ്ടോ, എംപ്ലോയീസിന് അവർക്കുടെ പരമാവധി അവര് നൽകാനും ബെനിഫിറ്റുകൾ അതുവഴി അവർക്ക് ബെനിഫിറ്റ് നേടാനും അവർക്ക് പ്രൊമോഷൻ കിട്ടാനും കാരണമാകും. അപ്പൊ അങ്ങനെയുള്ള ഒരു കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ, ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം എന്ത് ചെയ്യുന്നു, ആ എംപ്ലോയീസിന് ഒരു ഫോഴ്സ് കൊടുക്കേണ്ട, നന്നായിട്ട് പ്രവർത്തിക്കാൻ, നല്ല ബെനിഫിറ്റുകൾ കിട്ടാൻ, പ്രൊമോഷൻ വരെ കിട്ടാനുള്ള, അത് കിട്ടാനായിട്ട് ഒരു ഫോഴ്സ്, ഒരു ശക്തിയായിട്ട് നിൽക്കും ആര്, ആ പുറത്തുനിന്ന് വരുന്ന എംപ്ലോയീസ്. അവർക്ക് പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ ഉണ്ടാകുമ്പോൾ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് എന്ത് ചെയ്യും, അവരോടൊപ്പം നിൽക്കും. അപ്പൊ അവര് തമ്മിലൊരു ശരിക്കും ഒരു കോമ്പറ്റീഷൻ പോലെ വരും. അത് ആ എംപ്ലോയീസിനെ കൂടുതൽ അവർക്ക് പരമാവധി അവർക്ക് വർക്ക് ചെയ്യാൻ, ബെനിഫിറ്റുകൾ നേടാൻ, അവർക്ക് പ്രൊമോഷൻസ് ഒക്കെ കിട്ടാനും സഹായിക്കും. ക്ലിയർ ആയില്ലേ? അപ്പൊ അങ്ങനെ മെറിറ്റ്സ് അത് നോക്കി വെക്കാം. എന്താ, നല്ലൊരു ചോയ്സ് ഉണ്ട്. പിന്നെ ഫ്രഷ് ടാലന്റേഴ്സിനെ ഇൻജെക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇത് എന്താ പറയാ ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ അവര് പ്രസന്റ് എംപ്ലോയീസ് അവരോട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് അവരുടെ വർക്കിലൊക്കെ എന്താ പറയാ സഹകരിക്കാനും അതുപോലെ ആകാനും ഒക്കെ തുടങ്ങും. പിന്നെ അവർക്കൊരു മോട്ടിവേഷണൽ ഫോഴ്സ് ആണ് അല്ലെ, ഒരു പ്രചോദനമാണ്, അവരോടൊപ്പം എത്താനുള്ള ഒരു മോട്ടിവേഷൻ ആണ്. പിന്നെ അവർക്ക് അതുവഴി എന്താണ് അവരോടൊപ്പം നമ്മള് എത്താനായിട്ട് അവർ കോമ്പീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് ഇങ്ങനെയുള്ള അവർക്ക് പരമാവധി പ്രവർത്തിക്കാൻ, അവർക്ക് ബെനിഫിറ്റുകൾ കിട്ടാൻ, അതുപോലെ പ്രൊമോഷൻ വരെ കിട്ടാനുള്ള ഇങ്ങനെയൊക്കെ ഉള്ളത് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ 4 പോയിന്റ്സ് മെറിറ്റ്സ്? അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ ആ സെന്റൻസ്. ഇഫ് ദ കോമ്പീറ്റന്റ് ഇൻഡിവിജ്വൽ ജോയിൻ ദ ഓർഗനൈസേഷൻ ദേ ക്യാൻ ജനറേറ്റ് ന്യൂ ഐഡിയാസ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോ, ജനറേറ്റ് ന്യൂ ഐഡിയ. ആ സെന്റൻസ് ഫുൾ അങ്ങോട്ട് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. വിച്ച് വുഡ് ഫോഴ്സ് ടു എംപ്ലോയീസ് ടു ഗിവ് ഔട്ട് ദ ബെസ്റ്റ് ടു ഗെറ്റ് ബെനിഫിറ്റ്. അതൊക്കെ നേടാനും അവർക്ക് ഒരു ഫോഴ്സ് ആണ്, ഒരു ശക്തിയാണത്. ആ ലോങ് ടൈം ബെനിഫിറ്റ്സ് ഉള്ളത് ഫുൾ അങ്ങ് അണ്ടർലൈൻ ചെയ്തു. അടുത്ത് നോക്കി ഇനി അപ്പൊ അതിന്റെ ഡീമെറിറ്റ്സ്. ഇപ്പൊ ഇങ്ങനെ പുറത്തുനിന്ന് എംപ്ലോയീസിനെ നമ്മൾ കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഉണ്ടാകുന്ന ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്, ഇനി ദോഷം ഉണ്ടായിരുന്നു എന്തൊക്കെയാണെന്നൊക്കെ. എക്സ്പെൻസീവ് ആണ് കണ്ടോ. ഓർഗനൈസേഷന് ഉള്ളിലുള്ള എംപ്ലോയീസിനെ എടുക്കുകയാണെങ്കിൽ അധികം ചെലവ് വരൂല, അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളും കൊടുക്കൂല, അതിന് പൈസ ചെലവാക്കേണ്ടി വരില്ല, ഇന്റർവ്യൂ ചെയ്യാൻ ഇങ്ങനെ ടെസ്റ്റുകൾ നടത്താം അങ്ങനെയൊക്കെ അധികം വേണ്ട. എന്നുവെച്ചാൽ ഓർഗനൈസേഷന് ഉള്ളിലുള്ള ആളുകളാണ്. ഇപ്പൊ സീനിയോറിറ്റിയുടെ ബേസിലൊക്കെ ആ ഒരു പോസ്റ്റിലേക്ക് നേരെ പ്രൊമോഷൻ കൊടുക്കാം, അവിടെ വലിയ ചെലവ് വരൂല. പക്ഷേ എന്താണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഒരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. അത് എന്താണ് വളരെ ചെലവ് കൂടിയ ഒരു കാര്യമാണ്. യൂസിങ് വേരിയസ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഈസ് നോട്ട് ആൻ ഈസി വർക്ക്. ഇതിങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുക, ഒരാൾ ആ ഒരു പോസ്റ്റിലേക്ക് കണ്ടത് എത്രയോ കാൻഡിഡേറ്റ്സിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലാണല്ലേ അതിന് ബെസ്റ്റ് ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ഈസി വർക്ക് അല്ല. റിക്രൂട്ട്മെന്റ് ചെയ്യുക എന്നുള്ളത് എന്താ ഒരു ഈസി വർക്ക് അല്ല. ഹയറിംഗ് കോസ്റ്റ് മേ ഇൻക്രീസ് സിഗ്നിഫിക്കന്റ്ലി. അവിടെ നിയമന ചെലവ്, അവരെ ആ ഒരു പോസ്റ്റിലേക്ക് നിയമിക്കുന്നതിനുള്ള ആ ചെലവ് എന്താണ് താരതമ്യേന കൂടുതലായിരിക്കും. ശരിയല്ലേ? ഓർഗനൈസേഷന് ഉള്ളിലുള്ള ആളുകളെയാണ് ടപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോസ്റ്റ് കൊടുക്കാം, എടുത്തിടാം, വേറെ ചെലവ് തന്നെയില്ല. പക്ഷെ പുറത്തുനിന്ന് ഇങ്ങനെയുള്ള റിക്രൂട്ട്മെന്റ് നടത്തണമെങ്കിൽ പരസ്യങ്ങൾ കൊടുക്കണം, ഇന്റർവ്യൂറിനെയൊക്കെ നടത്തണമെങ്കിൽ അവർക്ക് സാലറി കൊടുക്കണ്ടേ, ഇത്രയും പേർക്ക് അല്ലേ, അതിനുള്ള ചെലവുകൾ കാര്യങ്ങളൊക്കെ കൂടുതലാണ്. രണ്ടാമത്തെയാണ് അതിന്റെ ഡീമെറിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതെന്നോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം കേട്ടോ. അടുത്തത് ടൈം കൺസ്യൂമിങ് ആണ്. ഇനി എന്താ, ഇതിന് ടൈം വരും അല്ലേ, കുറച്ച് സമയം എടുത്തുള്ള ഒരു പ്രോസസ്സാ. ഇപ്പൊ ഒരു 100 പേരെ നമ്മളൊരു ഇന്റർവ്യൂ നടത്തണം അല്ലേ, ഈ റിക്രൂട്ട്മെന്റ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ടൈം എടുക്കുന്ന കാര്യമാണ്. മറ്റേത് ടക്ക് ചെയ്ത് നമുക്ക് ആ കമ്പനിയുടെ ഉള്ളിലുള്ള ആളെ തന്നെ ആ പോസ്റ്റിലേക്ക് കൊടുത്താൽ മതിയായിരുന്നു. രണ്ടാമത്തെ ഒരു ഡീമെറിറ്റ് എന്താ, ടൈം കൺസ്യൂമിങ്. ഇതിന് ഒത്തിരി സമയമെടുക്കും. അഡ്വർടൈസിങ്, സ്ക്രീനിങ്, ടെസ്റ്റിംഗ് ആൻഡ് സെലക്ടിങ് ദ റൈറ്റ് എംപ്ലോയി ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. അണ്ടർലൈൻ ചെയ്തത് ഇതെല്ലാം ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അഡ്വർടൈസ്മെന്റ് കൊടുക്കുക, അവര് സ്ക്രീനിങ് നടത്തുക, ടെസ്റ്റിംഗ് നടത്തുക, സെലക്ട് ചെയ്യുക എന്നുള്ളത് ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ് ആണ്.
ഇനി അവിടെ നോക്കി the whole procedure needs to be repeated if the right candidate is not found. ഇനി ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് കിട്ടിയില്ലെങ്കിലോ? ഇന്ന് നമ്മൾ ഇന്റർവ്യൂ നടത്തി 10 പേരെ ആട്ടോ ഇന്ന് ഇന്റർവ്യൂ നടത്തിയത്. അപ്പൊ ഈ 10 പേരിൽ നിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ജോലിക്ക് ആ വേക്കന്റ് ജോലിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നാളെ നടത്തണ്ടേ അല്ലെ? അത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. നാളെ കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ വീണ്ടും എന്താ പറയാ അത് നമ്മൾ ചെയ്യണം വേണ്ടേ? അപ്പൊ എന്താ, നമുക്ക് ഈ പ്രൊസീജിയർ വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്താ ഈ പ്രൊസീജിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ ആയോ? ടൈം കൺസ്യൂമിങ്. If the candidates is not found, ശരിയായിട്ടുള്ള അല്ലെങ്കിൽ ആ ജോബ് പൊസിഷൻ വേക്കൻസി ഫില്ല് ചെയ്യുന്ന രീതിയിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള കറക്റ്റ് കാൻഡിഡേറ്റ്സിനെ അവർക്ക് കിട്ടിയില്ലെങ്കിൽ ആ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അടുത്തതാണ് ഡീമോട്ടിവേറ്റ് ചെയ്യുന്നു. അവരെ എന്താ അവിടുത്തെ പ്രസന്റ് എംപ്ലോയീസിനെ അവരെ ഒരു എന്താ പറയാ അവരെ ഒരു ഡീമോട്ടിവേറ്റ് ചെയ്യും, അവരെ തരം താഴ്ത്തും അല്ലെ, അല്ലെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തും. അതൊരു ഡീമെറിറ്റാ. Present employees who have given a lot of time in service may oppose the process of recruiting vacancy from outside the organization. ശരിയല്ലേ? നമ്മളിപ്പോ ഈ എന്താ പറയാ ഓർഗനൈസേഷന്റെ ഉള്ളിൽ ഇഷ്ടംപോലെ എംപ്ലോയീസ് ഉണ്ട്, എക്സ്പീരിയൻസ് ആയിട്ടുള്ള നല്ല സീനിയർ ആയിട്ടുള്ളവരുണ്ട്. അവരെ ആ പോസ്റ്റിലേക്ക് എടുക്കാതെ പുറമേ നിന്ന് നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ എന്താണ് പ്രസന്റ് എംപ്ലോയീസിന് എന്ത് ചെയ്യാം? അവർക്കൊരു എന്താ പറയാ അവര് ചെയ്യുന്ന സേവനത്തില് ഒരു ഇത് എന്താ പറയാ അവരൊരു എതിർപ്പ് വരാം അല്ലെ? അവർക്ക് എതിർക്കാം, അവർക്ക് ചോദിക്കാം അല്ലെ, ഞാൻ ഇത്രയും വർഷത്തെ സീനിയോറിറ്റി ഉണ്ടല്ലോ, എന്നെ ആ പോസ്റ്റിലേക്ക് ആക്കിക്കൂടെ, പിന്നെ എന്തിനാണ് പുറത്തുനിന്ന് എടുക്കണേന്നൊരു ചോദ്യം ചെയ്യൽ അവിടെ വരൂലേ അല്ലെ? അവരെ എതിർക്കാം. അതാണ് ഒന്നാമത്തെ. The present employees എന്ത് ചെയ്യാ? Given a lot of time in service, കുറേ സർവീസിൽ കുറെ നാള് നിന്ന പരിചയമുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രസന്റ് എംപ്ലോയീസ് എന്ത് ചെയ്യാം? ഈ ഒരു പ്രോസസ്സിനെ ഒപ്പോസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? എതിർക്കാം. The process of recruiting vacancy from outside the organization. ആ ഒരു പ്രോസസ്സിനെ അവരെ എതിർക്കാം. The feeling that their service has not been valued by the organization demotivate them. അവർക്ക് എന്ത് ഫീല് വരാം അവർക്ക്? ഞാൻ ഇത്രയും നാള് സർവീസ് ചെയ്ത, പക്ഷെ അതില് ഒരു സ്ഥാപനം ഒരു വിലയും കൽപ്പിക്കുന്നില്ലല്ലോ, അതിനുള്ള ഒരു വാല്യൂം അവരവിടെ തന്നില്ലല്ലോ എന്നുള്ളത് തോന്നാം. അതുകൊണ്ടല്ലേ ഇപ്പൊ ഞാൻ 10 വർഷമായിട്ട് ആ കമ്പനിയിൽ നിൽക്കുക, പക്ഷെ പുറത്തുനിന്ന് ഒരു വേക്കൻസി വന്നു, എന്നെ ആ പോസ്റ്റിലേക്ക് ഇടാതെ പുറത്തുനിന്ന് റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നാതെ ഞാൻ എന്തിനാ 10 വർഷം ഞാൻ ഇവിടെ നിന്ന് സർവീസ് ചെയ്തതാണ്, പക്ഷെ എന്റെ ആ ജോലിക്ക് ഒരു മൂല്യവും അവർ തന്നില്ലല്ലോ അല്ലെ? അത് എന്നെ ഒരു നിരുത്സാഹപ്പെടുത്താം. സ്വാഭാവികമല്ലേ? സൗമ്യക്ക് തോന്നൂലേ? ജോൺസിക്ക് തോന്നൂലേ? അങ്ങനെ ഒരു ഇത് വരികയാണെങ്കിൽ, അങ്ങനത്തെ രേവതിക്ക് തോന്നൂലേ അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ അല്ലേ? സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നാം, ഇത്രയും വർഷം നമ്മൾ നിന്നിട്ട് നമ്മളെ പരിഗണിക്കാതെ വേറെ പുറത്തുനിന്ന് റിക്രൂട്ട്മെന്റ് നടത്തുക എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് അതിനൊരു നിരുത്സാഹം തോന്നാം. ആൻഡ് ദേ സ്റ്റാർട്ട് ലോസിങ് ഇൻട്രസ്റ്റ് ഇൻ പെർഫോമിംഗ് ദ ജോബ്. അവരെന്ത് ചെയ്യാൻ തുടങ്ങും? അവരെന്ത് ചെയ്യാൻ തുടങ്ങും? അങ്ങനെ നമ്മളൊരു ഡീമോട്ടിവേറ്റ്, നമ്മുടെ ഒരു നിരുത്സാഹത്തിലേക്ക് വന്നു. അപ്പൊ നമുക്ക് ആ ജോലി ചെയ്യാനൊരു താല്പര്യം ഉണ്ടാവോ? അവർക്ക് ആ ജോലി നിർവഹിക്കുന്നത് താല്പര്യം നഷ്ടപ്പെടും. നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്തോണ്ടാ, പക്ഷെ എന്തിനാ ഞാൻ അധികം ചെയ്യണം, ഞാൻ എത്ര ചെയ്തിട്ടും കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു തോന്നല് നമുക്ക് വരുമ്പോൾ എന്താണ്? അവര് ആ ജോലി നിർവഹിക്കുന്നതില് അവർക്ക് താല്പര്യം കുറഞ്ഞു തുടങ്ങും, ആത്മാർത്ഥത കുറയും. ക്ലിയർ ആയത്? ഡിമോട്ടിവേറ്റിംഗ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സെന്റൻസ് വൈസ് നിങ്ങൾക്ക് ആശയം കിട്ടുന്നില്ലേ?
നമ്മളത് വായിച്ചത് എന്തെങ്കിലും ഫുള്ള് ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ആ ഒരു എന്താ പറയാ ഈ സെന്റൻസ് തന്നെയാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുള്ളൂ. അവിടെ ഡാഷ് ഇട്ടിട്ട് തരും. അപ്പൊ അവിടെ എന്താണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം ആ കാര്യം കേട്ടോ. അതാണ് ഞാനൊരു എക്സാമ്പിൾ കൂടി അവിടെ പറഞ്ഞൊക്കെ തരുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ വേണം ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിൽ നമ്മുടെ ഈ ആശയങ്ങള് നമ്മുടെ മനസ്സിലേക്ക് തറമാക്കി വെക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ അവരൊരു ഡീമോട്ടിവേറ്റിംഗ് ചെയ്യും. അവരെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ അവര് ചെയ്യുന്ന ജോലിയിൽ അവർക്ക് താല്പര്യം കുറയും. ഓക്കെ, അടുത്തതാണ് അൺസർട്ടിനിറ്റി എന്ന് വെച്ചാൽ എന്താ? അനിശ്ചിതത്വം. അൺസർട്ടിനിറ്റി is uncertainty that the organization will be able to hire the right candidates. അവർക്ക് ചിലപ്പോ ശരിയായ കാൻഡിഡേറ്റ്സിനെ നിയമിക്കാനുള്ള ഒരു അനിശ്ചിതത്വം തോന്നാം. അതായത് എന്താണെന്നറിയാ, നമുക്ക് ആ ജോലിക്ക് പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നിർവഹിക്കുന്നതിൽ അനിശ്ചിതത്വം തോന്നാം. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കണേ? ഇപ്പൊ ഒരാളെ നമ്മൾ റിക്രൂട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഒരാളെ നമ്മൾ ഇങ്ങനെ ഇത് റിക്രൂട്ട്മെന്റ് അതൊക്കെ നടത്തി ഇന്റർവ്യൂ ഇതൊക്കെ കഴിഞ്ഞ് റിക്രൂട്ട് ചെയ്തു. പക്ഷെ അയാൾ ആ സ്ഥാപനത്തിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോ ചിലപ്പോ അയാൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം. ചിലപ്പോ ആ കമ്പനിയിലെ വർക്കിംഗ്, അവിടുത്തെ ജോലി ചിലപ്പോ അയാൾക്ക് ഇതാവാം. അല്ലെങ്കിൽ ആ സ്ഥാപനത്തെ ചിലപ്പോ ഇഷ്ടപ്പെടാതെ വരാം. ചിലപ്പോ ട്രാവലിങ് ചിലപ്പോ അങ്ങനെയുള്ളവര് ചിലപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം അല്ലെ. അപ്പൊ അത് നമുക്ക് എന്താ പറയാ, അത് നമുക്ക് അധികം നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല അല്ലെ. അയാൾ ഉറപ്പായിട്ട് അവിടെ നിൽക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. ചിലപ്പോ വന്നു കഴിയുമ്പോ ഒരാഴ്ചയൊക്കെ വന്നു കഴിയുമ്പോ അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി അയാൾ ആ ജോലി വേണ്ടാന്ന് വെക്കാം ഇല്ലേ. എന്നാല് നമ്മൾ ഉള്ള എംപ്ലോയീസ് ആണ്, പ്രസന്റ് എംപ്ലോയീസ് ആണ്, ഈ വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന. അപ്പൊ അവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതാണ് നമുക്ക് അൺസർട്ടനിറ്റി വരാം. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് അതില് നമ്മൾ നിയമിക്കുന്ന നമ്മളെ റിക്രൂട്ട്മെന്റിലൂടെ നമ്മൾ കണ്ടെത്തുന്ന റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സ്റ്റാഫ് ആ ഒരു കാൻഡിഡേറ്റ്സിന് ചിലപ്പോൾ അവർക്ക് സ്ഥിരത ഉണ്ടാവില്ല എന്ന്. ചിലപ്പോ അവർ ഉറപ്പായിട്ട് നിൽക്കണം എന്നില്ല അതെ. ഇറ്റ് മേ end up hiring unsuitable candidates who may not be able to adjust into the new settings. കണ്ടോ, ചിലപ്പോ ആ ഒരു പുതിയതാണ് അയാള്, ആ കമ്പനിയിലെ പുതിയതാണ്. ആ ഒരു പുതിയ സെറ്റിങ്സിനോട് എന്താ പറയാ, അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോ അയാൾക്ക് പറ്റിയെന്നില്ല. അതൊരു പ്രശ്നമാണ് കേട്ടോ. അടുത്തത് it may end up, അതെന്തിലേക്ക് നയിക്കും? ഹയറിംഗ് അൺസ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്. അൺസ്യൂട്ടബിൾ അല്ലായിരുന്നു ശരിക്കും അവര്, അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ്. may not be able to adjust into the new settings. അങ്ങനെ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ അവര് ആ ഒരു പുതിയ സെറ്റിംഗ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതാണ് അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം എന്ന് പറയുന്നത്. അവര് പുതിയതാണ്, ചിലപ്പോ വന്ന് നമ്മൾ അങ്ങനെ ഇല്ലേ, ചില സ്ഥലത്ത് നമ്മൾ ജോലിക്ക് കയറി കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഭയങ്കര എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അല്ലേ. അപ്പൊ നമ്മൾ അവിടുന്ന് ലീവ് ചെയ്ത് പോരാം അല്ലേ. ഇത്രയും വർഷം തന്നെ, അതിനാണ് ഇപ്പൊ ബോണ്ടൊക്കെ പറയുന്നത്, ഇത്ര വർഷം എന്തായാലും നിക്കണം എന്നൊക്കെ എഴുതി കൊടുത്തിട്ടേ കയറാൻ പറ്റുള്ളൂ അല്ലെ. അതാകുമ്പോ നമുക്ക് നിന്നേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് നിർത്തി നമുക്ക് പോരാം. അങ്ങനെ ഒരു ഇതുകൂടി വരുന്നുണ്ട് ഡീമെറിറ്റ്സില്. നമുക്ക് എന്തൊക്കെയാ? എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, ഡീമോട്ടിവേറ്റിംഗ് ചെയ്യും, അൺസർട്ടനിറ്റി. ക്ലിയർ ആയോ ഡീമെറിറ്റ്സ്? ഇനി ഇമ്പോർട്ടൻസ്. ഇനി എന്താണ് ഈ റിക്രൂട്ട്മെന്റിന്റെ പ്രാധാന്യം, എന്താണ് ഇമ്പോർട്ടൻസ്, എന്താണ്? ഓക്കെ, ഡിറ്റർമിൻ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ റിക്വയർമെന്റ്സ്. ഈ റിക്രൂട്ട്മെന്റ് എന്ത് നിർണ്ണയിക്കുന്നു? നമ്മുടെ പ്രസന്റ്, ഇപ്പോൾ ഉള്ളത്, ഭാവിയിലേക്കുള്ള ആ കാര്യങ്ങള്, റിക്വയർമെന്റ്സ്, ആവശ്യകതകള് നിർണ്ണയിക്കുന്നു. പ്രസന്റ് ആയിട്ടുള്ളതും ഫ്യൂച്ചറിലേക്കായിട്ടുള്ള ആവശ്യകതകള് ഈ റിക്രൂട്ട്മെന്റ് എന്ത് ചെയ്യുന്നു? ഡിറ്റർമിൻ ചെയ്യുന്നു, നിർണ്ണയിക്കുന്നു. എന്താന്നൊക്കെ? ഇറ്റ് ഇൻവോൾവ്സ് ഐഡന്റിഫൈയിങ് ആൻഡ് പ്രിപ്പയറിംഗ് പൊട്ടൻഷ്യൽ ജോബ് ആപ്ലിക്കൻസ് ഫോർ ഹയർ ജോബ് പൊസിഷൻ. ഓക്കെ, ഇതെന്താണ് നമ്മൾ പറയുന്നത്? ഈ റിക്രൂട്ട്മെന്റിന്റെ പ്രാധാന്യം അതെന്താണ്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഇത് എന്തുൾപ്പെടുന്നു? ഐഡന്റിഫൈ, തിരിച്ചറിയുന്നു, ആൻഡ് പ്രിപ്പയർ ചെയ്യുന്നു പൊട്ടൻഷ്യൽ ജോബ് ആപ്ലിക്കൻസ്, അതിന് യോഗ്യരായിട്ടുള്ള ആപ്ലിക്കൻസ്. ഏതില്? ഹയർ പൊസിഷൻ, ഹയർ ജോബ് പൊസിഷൻ ഫില്ല് ചെയ്യാൻ യോഗ്യരായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ തയ്യാറാക്കുകയും ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യുന്നു. Then
it is significant for every organization to find out existing and the future needs of the organization. As per the human resource planning and job evaluation task. കണ്ടോ, അതായത് നമ്മള് ജോബ് ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, നമ്മള് ഹ്യൂമൻ റിസോഴ്സ് ആസൂത്രണം ചെയ്യണം, അവിടെ മാൻ പവർ ആസൂത്രണം ചെയ്യണം. ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു, കമ്പനി സ്റ്റാർട്ട് ചെയ്തു, നമ്മള് എന്താ പറയാ, എത്ര ആളുകൾ വേണം, അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം. അതുപോലെ ജോബ് ഇവാലുവേഷൻ ടാസ്ക്, ജോബിന് എന്തൊക്കെ ജോലിയാണ്, അതവിടെ വരുന്ന ടാസ്കുകൾ, ഇതെല്ലാം എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ഇതൊക്കെ അനുസരിച്ച് ഓരോ ഓർഗനൈസേഷനും നിലവിലുള്ളതും ഫ്യൂച്ചർ കണ്ടെത്തേണ്ടത്, ഫ്യൂച്ചർ കാര്യങ്ങളും കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. ഇറ്റ് ഈസ് സിഗ്നിഫിക്കന്റ്, വളരെ പ്രധാനമുണ്ട്. എല്ലാ ഓർഗനൈസേഷനും എന്ത് കണ്ടെത്തണം, എക്സിസ്റ്റിംഗ് ആൻഡ് ഫ്യൂച്ചർ നീഡ്സ്. മനസ്സിലായോ? എല്ലാ ഓർഗനൈസേഷനും അവിടെ നിലവിലുള്ളതും ഇനി ഫ്യൂച്ചറിലേക്ക്, ഭാവിയിലേക്കുള്ള ആവശ്യകതകളും എന്ത് ചെയ്യണം, കണ്ടെത്തണം. ഫൈൻഡ് ഔട്ട് എക്സിസ്റ്റിംഗ് ആൻഡ് ഫ്യൂച്ചർ നീഡ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ആസ് പെർ എന്തനുസരിച്ച് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആൻഡ് ജോബ് ഇവാലുവേഷൻ ടാസ്ക്. രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു. എല്ലാ ഓർഗനൈസേഷനും എന്ത് കണ്ടെത്തണം, നിലവിലുള്ളതും ഫ്യൂച്ചർ ആവശ്യകതകളും കണ്ടെത്തണം. എന്തനുസരിച്ച് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, ജോബ് ഇവാലുവേഷൻ ടാസ്ക് എന്നിവ അനുസരിച്ച്. ഇപ്പൊ നിലവിൽ എന്തൊക്കെയാണ് ആവശ്യകതകള്, ഇനി ഭാവിയിലേക്ക് എന്തൊക്കെയാണ് ആവശ്യകതകള്, അത് കണ്ടെത്തണം. ഇനി രണ്ടാമത്തെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രസന്റ് ഫ്യൂച്ചർ റിക്വയർമെന്റ്സ് നിർണ്ണയിക്കണം. അതിന് റിക്രൂട്ട്മെന്റ് പ്രധാനമുണ്ട്. അടുത്തതാണ് ക്രിയേറ്റീവ് ആയിട്ട് ഇൻക്രീസ് ആപ്ലിക്കൻസ് പൂള്. ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ് അവർ ആപ്ലിക്കൻസിന്റെ ഒരു കൂട്ടം സൃഷ്ടിക്കൂലേ. ഇപ്പൊ ഒരു വേക്കൻസി പറഞ്ഞാൽ അതിലേക്ക് ആയിരക്കണക്കിന് ആളുകളായിരിക്കും അതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ തയ്യാറാവുന്നത്, അല്ലെ? അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരെ ആ ജോബ് പൊസിഷൻ ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു, റിക്രൂട്ട്മെന്റ് എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് പൂൾ ഓഫ് ടാലന്റഡ് കാൻഡിഡേറ്റ്സ്, ഒരു യോഗ്യരായിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ ഒരു ഗ്രൂപ്പ് സൃഷ്ടിക്കുന്നു, ഗ്രൂപ്പ് വികസിപ്പിക്കുന്നു. ടു ഫെസിലിറ്റേറ്റ് the selection of the most suitable candidates for the organization. എന്തിനാണ് ഒരു കൂട്ടം, എന്തിനു വേണ്ടിയിട്ടാ? To select the most suitable candidates for the organization. ആ ഒരു സ്ഥാപനത്തിലേക്ക് ഏറ്റവും യോഗ്യരായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് ഈ ഒത്തിരി ടാലന്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ ഒരു ഗ്രൂപ്പ് ഈ റിക്രൂട്ട്മെന്റ് ഡെവലപ്പ് ചെയ്യുന്നു. ക്ലിയർ ആയോ? അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാണ്. Develop a pool of talented candidates. Talented candidates in the കൂട്ടം സൃഷ്ടിക്കുന്നു. ഇനി അവിടെ എന്താ, it helps to gather an appropriate number of acceptable applicants for each job position at minimum cost. ഇത് എന്തിനു സാധ്യമാക്കുന്നു? ഇറ്റ് ഹാവ് ടു ഗ്യാദർ ചെയ്യാന്ന് വെച്ചാൽ ശേഖരിക്കുക. അതായത് അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ, അവിടെ അക്സെപ്റ്റബിൾ ആപ്ലിക്കൻസ്, ആ ജോബ് പൊസിഷനിലേക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. എങ്ങനെ? അറ്റ് മിനിമം കോസ്റ്റ്, കുറഞ്ഞ ചെലവില്, അല്ലെ? ഇപ്പൊ നമ്മൾ എന്താ, ഇങ്ങനെ ഒരു ഗ്രൂപ്പ്, ഇപ്പൊ ഒരു പൊസിഷൻ 10 പേര് നമുക്ക് മതി, പക്ഷെ അതിലേക്ക് ഒരു 100 പേര് അപ്ലൈ ചെയ്താലല്ലേ നമുക്ക് അതിൽ നിന്ന് ബെസ്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ 10 പേരുള്ളൂ, 10 ആപ്ലിക്കേഷൻ ഫോം ഉള്ളെങ്കിൽ അവര് ടാലന്റ് ഉള്ളവരാണെങ്കിൽ, എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ, അത്രയും ക്വാളിഫൈഡ് ആയിട്ട് ഇല്ലെങ്കിൽ പോലും നമ്മൾ അവരെ 10 പോസ്റ്റിലേക്ക് കൊടുക്കേണ്ട വരും, അല്ലെ? അതൊരു വലിയൊരു കാര്യമാണ്. ഒരു ആപ്ലിക്കന്റിന്റെ പൂൾ സൃഷ്ടിക്കുന്നു, ആപ്ലിക്കൻസിന്റെ ഗ്രൂപ്പ് സൃഷ്ടിക്കുന്നു. ഇതിനു വേണ്ടി ഇതിനെ സഹായിക്കുന്ന ഗ്രൂപ്പ്, അങ്ങനെ ഒരു കൂട്ടം സൃഷ്ടിക്കുന്നത്. ഗ്യാദർ an appropriate number of acceptable candidates. നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, അല്ലെ, കുറെ പേരുണ്ടെങ്കിൽ അല്ലേ നമുക്ക് അതിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് at the minimum cost. It has been observed that the worth of the selection to an organization rises with the increase in the pool of potential candidates. Underline that sentence, sir.
എന്താ അവിടെ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ് ദാറ്റ് ബോത്ത് ദ സെലക്ഷൻ. അപ്പൊ അവിടെ ഈ നമുക്ക് ഇങ്ങനെ കുറെ കാൻഡിഡേറ്റ്സ് ഇല്ലേ അല്ലെ, പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം കൂടിയാലാണ് അല്ലെ, അങ്ങനെയാണെങ്കിലാണ് ഓർഗനൈസേഷനിലേക്കുള്ള സെലക്ഷന്റെ മൂല്യം കൂടുള്ളൂ എന്ന് വെച്ചാൽ എന്താ പറയണേ? കാൻഡിഡേറ്റ്സിന്റെ ആ പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സിന്റെ ഗ്രൂപ്പ് കൂട്ടം അത് കുറെ ആളുകൾ ഉണ്ടെങ്കിലാണ് സെലക്ഷൻ പ്രോസസ്സിന്റെ മൂല്യം കൂടുള്ളൂ എന്ന്. എന്താ നമ്മൾ പറഞ്ഞത് തന്നെയാ. അതായത് എന്താ, 1000 പേരുണ്ട്, അതിൽ നിന്ന് 10 പേരെ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ നല്ല എന്താ പറയാ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരായിരിക്കും അത് അല്ലേ. അങ്ങനെ വരുമ്പോൾ സെലക്ഷന്റെ മൂല്യം കൂടും. ഇനി നോക്കിയേ, ആകെ 10 പേരെ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ നമുക്ക് 5 പേരെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെ വരുമ്പോ മൂല്യം കുറയൂലേ? നമ്മള് റിക്രൂട്ട് ചെയ്യുന്ന ആ കാൻഡിഡേറ്റ്സ് എല്ലാ ക്വാളിഫിക്കേഷനും അല്ലെങ്കിൽ എല്ലാരും അത് ഓക്കെ ആവാത്തവരായിരിക്കും. ചിലപ്പോ നമ്മൾ ആളുകൾ ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും ഇതായിട്ട് സെലക്ട് ചെയ്തായിരിക്കും. പക്ഷെ 1000 പേര് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവര് വളരെ ബ്രില്യന്റ് ആയിട്ടുള്ളവരായിരിക്കൂലേ അല്ലെ? അത്രയും പേരിന്ന് അപ്പൊ ബാക്കിയുള്ള ഇപ്പൊ അതിന് നമ്മള് എന്താ പറയാ, ഇപ്പൊ ഒരു 200 പേരെ എടുക്കണം, 800 പേരെ തള്ളിക്കളഞ്ഞിട്ടാ നമ്മൾ 200 പേരെ എടുക്കുന്നേ, ശരിയല്ലേ? അപ്പൊ അങ്ങനെ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ സെലക്ഷന്റെ മൂല്യം കൂടും. അണ്ടർലൈൻ ചെയ്തിട്ട് അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാതിടെ. Recruitment develop a pool of talented candidates to facilitate the selection of the most suitable candidates for the organization. Then, അടുത്തത് sentence നോക്കിയേ. It has been observed that the worth of the selection of to the organization rises. മൂല്യം കൂടും. എങ്ങനെ? പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സിന്റെ ഗ്രൂപ്പ് കൂടുമ്പോൾ. ക്ലിയർ ആവുന്നില്ലേ? In fact, അതിന് തന്നെയാട്ടോ അടുത്ത പറയുന്നത്. In fact, a large group of qualified applicants indicate that there are more suitable applicants available for the vacant job position. പറഞ്ഞത് തന്നെയാണ്. നോക്കിയേ, a large group of qualified applicants. അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്? ഒരു കൂട്ടം ക്വാളിഫൈഡ് ആപ്ലിക്കൻസ്. അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? that there are more suitable, കൂടുതൽ ആപ്ലിക്കൻസ് ഉണ്ടെന്നല്ലേ അല്ലേ? more suitable applicants available ആണ് for the vacant job position. ആ vacant job position fill ചെയ്യാൻ അവിടെ candidates available ആണ്. അതാണ് ആ ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് ക്വാളിഫൈഡ് ആപ്ലിക്കൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്തത്. അപ്പൊ ലാർജ് ഗ്രൂപ്പ് ഓഫ് ക്വാളിഫൈഡ് ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ സൂചിപ്പിക്കുന്നത്? കൂടുതൽ കാൻഡിഡേറ്റ്സ് ഉണ്ട്, കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കൻസ് ഉണ്ട്. ആ ജോബ് വേക്കൻസി, ആ ജോബ് പൊസിഷൻ അവൈലബിൾ ആയിട്ടുള്ള കൂടുതൽ ആപ്ലിക്കൻസ് ഉണ്ട്, സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആപ്ലിക്കൻസ് ഉണ്ട്. അതാണ് ആ ഗ്രൂപ്പ് ലാർജ് ഗ്രൂപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Then a selection program therefore has an excellent possibility of recognizing only well qualified individual. അങ്ങനെയാണെങ്കിൽ അല്ലേ, അങ്ങനെ കുറെ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള യോഗ്യരായിട്ടുള്ള വ്യക്തികളെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കത് റിക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ, തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അവരെ അല്ലെങ്കിൽ നമുക്ക് നിയമിക്കാൻ പറ്റുന്നുള്ളൂ, അവരെ അംഗീകരിക്കാൻ നമുക്ക് പറ്റുന്നുള്ളൂ. ഉണ്ടോ? Excellent possibility of recognizing only well qualified individual. ആ സെലക്ഷൻ പ്രോഗ്രാമിൽ അങ്ങനെ വന്നാൽ മാത്രമാണ് ഏറ്റവും മികച്ച ആളുകളെ നമുക്ക് റിക്കഗ്നൈസ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ നിയമിക്കാനും പറ്റുള്ളൂ. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. On other hand, മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ, if the recruitment program attract a smaller number of applicants, ഇനി കുറച്ച് ആപ്ലിക്കൻസേ ഉള്ളൂ എങ്കിൽ എന്താണ് പറയുന്നത്? in comparison to the number of available position, ആ പൊസിഷൻ ലഭ്യമായിട്ടുള്ള പൊസിഷനിൽ കുറച്ച് ആപ്ലിക്കൻസേ ഉള്ളൂ എങ്കിൽ എന്താ, then a situation of repeating the recruitment process may occur. എന്ത് ചെയ്യേണ്ട വരും? റിക്രൂട്ട്മെന്റ് പ്രോസസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരില്ലേ? ഒറ്റ പ്രാവശ്യം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് നമുക്ക് ആ വേക്കൻസി ഫില്ല് ചെയ്യാനുള്ള എല്ലാവരെയും നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? കുറച്ച് പേരുള്ളൂവെങ്കിൽ
കുറെ മാർക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ്. അതിന് ഏറ്റവും ഇതായിട്ടുള്ളവരെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ സ്മോളർ നമ്പർ ഓഫ് ആപ്ലിക്കൻസേ ഉള്ളൂ. അങ്ങനെയാണ്. ഇപ്പൊ 10 നമുക്ക് 8 വേക്കൻസി ഉണ്ട്, 10 പേരെ പറഞ്ഞുള്ളൂ. അപ്പൊ നമ്മൾ അതിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള ആ ക്വാളിഫിക്കേഷനുള്ള സ്കില്ലുള്ള എക്സ്പീരിയൻസിലുള്ള അതിൽ നിന്ന് 6 പേരെ നമുക്ക് കിട്ടിയുള്ളൂ. എന്തൊക്കെ വിചാരിച്ചിട്ടും ബാക്കിയുള്ള 4 പേരെ നമുക്ക് അതിലേക്ക് പോസ്റ്റ് ഇല്ല, അവർ അത്രയും ക്വാളിഫൈഡ് അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നാളെയും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് അതുകൂടി അണ്ടർലൈൻ ചെയ്തോട്ടോ. സ്മോളർ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ആ അവൈലബിൾ പൊസിഷനിലേക്ക് കുറച്ച് ആപ്ലിക്കൻസേ ഉള്ളൂ എങ്കിൽ അങ്ങനെ വരുമ്പോൾ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ആ സിറ്റുവേഷൻ നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, വീണ്ടും അത് ചെയ്യേണ്ടി വരും. ഇനി അടുത്തതാണ് ഇൻക്രീസസ് സക്സസ് റേറ്റ് ഓഫ് സെലക്ഷൻ. സെലക്ഷന്റെ സക്സസ് റേറ്റ് കൂടും. ഇൻക്രീസ് സക്സസ് റേറ്റ് ഓഫ് സെലക്ഷൻ. Increases success rate of selection by lowering the percentage of applicants who are either less qualified or who are the undesired knowledge, skill and ability. അതാണ് KSAS എന്നിട്ടാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. KSAS stands for എന്താ? നോളജ്, സ്കിൽസ് ആൻഡ് എബിലിറ്റി. K എന്ന് പറഞ്ഞ നോളജ്, S സ്കില്ല്, A എന്ന് പറഞ്ഞ എബിലിറ്റി ആണ് കേട്ടോ. For the recruiting organization, recruitment increases the success rate of the selection process. ഇനി നമുക്ക് ഇവിടെ എന്താ? By lowering the percentage of applicants who are either less qualified. ഒന്ന് ശ്രദ്ധിച്ചേ, ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ആളുകള് അങ്ങനെയുള്ള ആപ്ലിക്കൻസിന്റെ പെർസെന്റേജ് കുറയാന്ന് പറഞ്ഞ എന്താ? അപ്പൊ എല്ലാവരും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ളവരല്ലേ? കൂടുതൽ ആളുകൾ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരല്ലേ? അല്ലേ? ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ബൈ ലോവറിങ്. ലോവർ ചെയ്യാന്ന് വെച്ച് താഴുക, കുറവാണ്. The percentage of applicants who are either less qualified. ക്വാളിഫിക്കേഷൻ കുറഞ്ഞ കാൻഡിഡേറ്റ്സ് കുറവാണ്, അവരുടെ പെർസെന്റേജ് താഴെയാണ്, കുറവാണ് എന്നുള്ളത് എന്താ? ഓർ who are undesired, KCS. അല്ലെങ്കിൽ അതിന് അഭികാമ്യമല്ലാത്തവര് അവര് കുറവാണ്. For the recruiting organization, recruitment increases the success rate of selection process. Selection process success അല്ലേ? സെലക്ഷൻ പ്രോസസ്സിന്റെ അത് റിക്രൂട്ട്മെന്റ് ഇൻക്രീസസ് ദ സക്സസ് റേറ്റ് ഓഫ് സെലക്ഷൻ. മനസ്സിലായത്? ഇപ്പൊ ഒരു 100 പേരുണ്ട്, അതില് 95 പേരും ആ ജോലിക്ക് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ടുള്ളവരാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നല്ല എബിലിറ്റി ഉള്ളവരാണ്. 5 പേര് മാത്രം ലെസ് ക്വാളിഫൈഡ് ആയിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ സെലക്ഷൻ പ്രോസസ്സ് അതിന്റെ സക്സസ് അല്ലേ? അല്ലേ? സക്സസ് അല്ലേ? ആ 95 പേരും ഓക്കെയാണ്, അതിന് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ സെലക്ഷൻ പ്രോസസ്സ് അതിന്റെ റേറ്റ് സക്സസ് അല്ലേ? ഇത് നമ്മൾ പറഞ്ഞ 95 പേരും ലെസ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ സെലക്ട് ചെയ്യാനായിട്ട്? പറ്റൂല അല്ലെ? 10 പേരെ നമുക്ക് എങ്ങനെ വിചാരിച്ചാലും കിട്ടൂല. അതാണ് ആ ലെസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ കുറവാണ്, ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ആപ്ലിക്കൻസ് കുറവാണ് എന്നുള്ളത് എന്താ കാണിക്കുന്നത്? സെലക്ഷൻ പ്രോസസ്സിന്റെ സക്സസ് ആണ്, സക്സസ് റേറ്റ് ആണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ അത്. Time, material and physical facilities are needed by this kind of processing. ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് ആളുകൾ വേണ്ടേ? അല്ലെ? റിക്രൂട്ടറൊക്കെ വേണ്ടേ? റിക്രൂട്ട് ചെയ്യാനായിട്ടുള്ള ആള് വേണ്ടേ? പിന്നെ ടൈം വേണം, മെറ്റീരിയൽ, അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് വേണം, ഫിസിക്കൽ ഫെസിലിറ്റി, ഇതെല്ലാം വേണം ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്. അണ്ടർലൈൻ ചെയ്താൽ തന്നെ എന്തൊക്കെയാ വേണ്ടേ? ഇനി if the recruitment program bring applicants who do not match the requirement of the vacant position, vacant positionൽ മാച്ച് അല്ലെങ്കിൽ ആ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം കൊണ്ടുവരികയാണ്, bring applicants, അവര് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ആപ്ലിക്കൻസ് എങ്ങനെയാ? who do not
match the requirement for the vacant position. ആ vacant positionലേക്ക് മാറ്റല്ലെങ്കിൽ the result can be terrible. ഭയാനകമായിരിക്കും അല്ലെ? എല്ലാം ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകളെ ആ പോസ്റ്റിലേക്ക് എടുക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ റിസൾട്ട് ഭയാനകമായിരിക്കും അല്ലേ? Applicants who do not match the requirement for the vacant job position, ആ ജോബ് പൊസിഷനിലേക്ക് മാച്ച് അല്ലാത്ത ആപ്ലിക്കൻസ് ആണെങ്കിൽ, അപ്പൊ അങ്ങനെ ഉള്ളവരെങ്ങാനും നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വന്നാൽ എന്താണ് അതിന്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും? റിസൾട്ട് ഒരു ഭയാനകമായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കിയേ, the expense done on evaluating the inappropriate candidates can go in vain. vain എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാഴാവുക. അപ്പൊ അങ്ങനെ അവർക്ക് വേണ്ടി നമ്മൾ ചെലവാക്കുന്ന സമയം, അതിനു വേണ്ടി ചെലവാക്കുന്ന എക്സ്പെൻസ് വെറുതെ ആവില്ലേ? അല്ലേ? അനുയോജ്യമല്ലാത്ത കാൻഡിഡേറ്റ്സ്, അതിന് സ്യൂട്ടബിൾ അല്ലാത്ത കാൻഡിഡേറ്റ്സിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിനു വേണ്ടി ചെലവാക്കുന്ന എക്സ്പെൻസ് അത് വെറുതെ ആവൂലേ? ഇപ്പൊ 95 പേര് ക്വാളിഫൈഡ് അല്ല, പക്ഷെ അവർക്ക് വേണ്ടി നമ്മൾ അവർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ കുറച്ച് സമയവും ചെലവും വന്നില്ലേ? അല്ലെ? ഇന്റർവ്യൂവർ അവിടെ ഇരിക്കണ്ടേ? ഇന്റർവ്യൂ ചെയ്യാനുള്ള ആള് വേണം, റിക്രൂട്ടറൊക്കെ വേണം. അവർക്ക് നമ്മൾ ആ ഒരു ദിവസത്തെ സാലറി മുഴുവനും കൊടുക്കണം. പക്ഷെ 95 പേരെയും അവര് എന്താ പറയാ ഇവാലുവേറ്റ് ചെയ്തു, പക്ഷെ ആരെയും നമുക്ക് അവിടുന്ന് എടുക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ആ പോസ്റ്റിലേക്ക് ഫില്ല് ചെയ്യാൻ ആളെയും കിട്ടിയില്ല. അങ്ങനെ വരുമ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെലവാക്കുന്ന അനുയോജ്യമല്ലാത്ത കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന എക്സ്പെൻസ് എന്താവും? വെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? പാഴാകും, വെറുതെ ആയിപ്പോയില്ലേ? അല്ലേ? ആരെയും കിട്ടിയില്ല, അതിനു വേണ്ടി നമുക്ക് കുറെ പൈസ ചെലവാക്കേണ്ടി വന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടത്, അണ്ടർലൈൻ ചെയ്യാത്ത സെന്റൻസ്. വെയിൻ എന്ന് വെച്ചാൽ പാഴാവുക. Moreover, അതിനുപരിയായിട്ട് the extra time required for determining human resource recruitment and the selection increases the organizational expense as well. കണ്ടോ? ഓർഗനൈസേഷന്റെ എക്സ്പെൻസ് വർദ്ധിക്കൂലേ? അല്ലേ? എക്സ്ട്രാ ടൈം റിക്വയർഡ് ഫോർ, ഇനി നമുക്ക് എക്സ്ട്രാ ടൈം ഇനിയും വേണ്ടി എടുക്കണം അല്ലെ? ആ പോസ്റ്റ് ഫില്ല് ചെയ്യാൻ ആളെ നിയമിക്കുന്നതിന് എക്സ്ട്രാ ടൈം നമ്മൾ വീണ്ടും എടുക്കണം. Determine human resource recruitment and the selection increases the organization. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ സ്ഥാപനത്തിന്റെ ചെലവും എന്ത് ചെയ്യും? കൂടും. ഓക്കെ, അതായത് ആ സെലക്ഷൻ അതിന്റെ റേറ്റ് അല്ലെ, സക്സസ് റേറ്റ് ഓഫ് സെലക്ഷൻ കൂടും. മനസ്സിലായില്ലേ? അതെന്താണ് ഒരു ആശയം? മനസ്സിലായില്ലേ നിങ്ങൾക്ക് പറയേണ്ടത്? ഓക്കെ, ഇനി അടുത്തതാണ് നാലാമത്തെ പോയിന്റ്, മീറ്റ് ഓർഗനൈസേഷൻ ഒബ്ലിഗേഷൻസ്. ഓർഗനൈസേഷന്റെ ബാധ്യതകള്, ഒബ്ലിഗേഷൻ ബാധ്യതകൾ, അത് കടമ നിറവേറ്റുന്നു. മീറ്റ് ഓർഗനൈസേഷൻ ഒബ്ലിഗേഷൻസ്, ബാധ്യത അല്ലെങ്കിൽ കടമകള് പാലിക്കുന്നു. റിക്രൂട്ട്മെന്റിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയണേ. ഒരു റിക്രൂട്ട്മെന്റിലൂടെ എന്താണ്? ഓർഗനൈസേഷന്റെ ബാധ്യതകള് അല്ലെങ്കിൽ കടമകള് നിറവേറ്റുന്നു. The objective of recruitment is to meet the organization legal and social obligations concerning the demographic composition of its workers. Demographic എന്ന് പറയുന്നത് ജനസംഖ്യാപരമായിട്ടുള്ള ആ വർക്കേഴ്സിന്റെ എന്താ പറയാ കോമ്പോസിഷൻ അവിടെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇപ്പൊ നമ്മളെ ഒരു സ്ഥാപനം അവിടത്തേക്ക് റിക്രൂട്ട്മെന്റ് നടത്താന്ന് പറഞ്ഞാൽ അവിടത്തെ ആളുകൾ ആ ഡെമോഗ്രാഫിക് ഒരു ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എംപ്ലോയീസിന്റെ ജനസംഖ്യാ ഘടനയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനങ്ങളുടെ നിയമവും സാമൂഹികമായി കടമകള് നിറവേറ്റുക, അതാണ് റിക്രൂട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്. അണ്ടർലൈൻ ചെയ്ത ഫസ്റ്റ് സെന്റൻസ്. Objective. The objective of recruitment is to meet the organizational, legal and social obligations. ആ സ്ഥാപനത്തിന്റെ നിയമപരമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള കടമകള് നിറവേറ്റുക, പാലിക്കുക, അതാണ്. അതെന്തുമായിട്ട് ബന്ധപ്പെട്ട് വേണം? കൺസേണിങ് ദ ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ ഓഫ് ദ വർക്കേഴ്സ്. അതായത് നോക്കിയേ,
Then an organization complaints പാലിക്കുക എന്നുള്ള മീനിങ് ആട്ടോ. Complaints പാലിക്കുക with the various laws and the directive has frequently been judged by the demographic features of those recruited and selected. പറഞ്ഞേക്കുന്നത് ഒരു ഓർഗനൈസേഷന്റെ അതായത് നിയമങ്ങളും അവിടത്തെ നിയമങ്ങളും ആ ഒരു സ്ഥാപനത്തിന്റെ ലോസ് നിയമങ്ങളും ഡയറക്റ്റീവ്സ് നിർദ്ദേശങ്ങള് ഒരു സ്ഥാപനത്തിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും വിലയിരുത്തപ്പെടുന്നത് റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെടുകയും ആ സെലക്ട് ചെയ്യപ്പെടുന്നവരുടെയും ജനസംഖ്യാപരമായിട്ടുള്ള സവിശേഷതകളെ അടിസ്ഥാനമാക്കിയാണ്. ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ഓഫ് ദോസ് റിക്രൂട്ടഡ് ആൻഡ് സെലക്ടഡ്. അവിടെ റിക്രൂട്ട് ചെയ്തവരെ അല്ലെങ്കിൽ സെലക്ട് ചെയ്തവരുടെ ജനസംഖ്യ നോക്കിയിട്ടാണ് ആ ഓർഗനൈസേഷൻ അവിടുത്തെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതായത് ഇത്ര എന്താ പറയാ, ഇപ്പൊ നമ്മളൊരു ഇത്ര പേരെ സെലക്ട് ചെയ്യണമെങ്കിൽ ഇത്ര അവിടെ ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ വേണമെന്നുണ്ട്. അപ്പൊ അതിന് ഈക്വൽ ആയിട്ടുള്ളവരെ വേണം എടുക്കാൻ. ഇപ്പൊ 1000 പേരുണ്ടെങ്കിൽ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാ റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ നടത്താനായിട്ട്. അതിന് ഏകദേശം ഒരു പ്രൊപ്പോർഷണൽ പോലെ ആയിരിക്കണം. ഉണ്ടോ? അതാ പറഞ്ഞേക്കാം. ആപ്ലിക്കൻസ് ഇല്ലേ, ആപ്ലിക്കൻസ് സെലക്ഷൻ നമ്മൾ പറയുന്നത് ആപ്ലിക്കൻസിന്റെ ക്വാളിറ്റീസ്, അതായത് സെലക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കൻസിന്റെ ക്വാളിറ്റീസ് ഇല്ലേ അത് ഗ്രൂപ്പിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ഓഫ് സെലക്ടഡ് കാൻഡിഡേറ്റ്സ് ആർ ഡയറക്ട്ലി proportional to the features of applicants pool. ആപ്ലിക്കൻസിന്റെ ആ ഗ്രൂപ്പ് എത്ര ആപ്ലിക്കൻസ് ഉണ്ട് അതിന്റെ ഫീച്ചേഴ്സ് ഏതിന് ആ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ഓഫ് സെലക്ടഡ് കാൻഡിഡേറ്റ്സ് ആർ എങ്ങനെയായിരിക്കണം? ആ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ ആ ഒരു ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ജനസംഖ്യാപരമായിട്ടുള്ള സവിശേഷതകള് അവിടെ ആപ്ലിക്കൻസിന്റെ പൂളിന് ആപ്ലിക്കൻസിന്റെ ഗ്രൂപ്പിന് പ്രൊപ്പോർഷണൽ ആയിരിക്കണം. ഇഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം ഫെയിൽ, ഇനി റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം ഫെയിൽ ആവുന്ന എന്താ ടു പ്രൊവൈഡ് ദ കറന്റ് പൂൾ ഓഫ് ആപ്ലിക്കൻസ്, then it is quite apparent that the selection program will not be able to fulfill the required set of skilled person. അതായത് സെലക്ഷൻ നടത്തുമ്പോൾ നമ്മൾ അത് നല്ല രീതിയിൽ പ്രൊപ്പോർഷണൽ ആയില്ലെങ്കിൽ, അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്നവര് ആപ്ലിക്കൻസിന്റെ ഗ്രൂപ്പ് അത് രണ്ടും പ്രൊപ്പോർഷണൽ ആയിരിക്കണം എന്ന് പറഞ്ഞു. ഇതിനി അങ്ങനെ അല്ലെങ്കിലോ, നല്ല രീതിയിൽ അത് പ്രൊപ്പോർഷണൽ ആയില്ലെങ്കിൽ സെലക്ഷൻ സ്കിൽഡ് പേഴ്സൺസ് അവരുടെ ആവശ്യകതകള് ഫുൾഫിൽ ചെയ്യാൻ പറ്റൂല. കേട്ടോ, they will not be able to fulfill the required set of skilled persons. സ്കിൽഡ് പേഴ്സൺസിന്റെ ആവശ്യകതകള് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് റിക്രൂട്ട്മെന്റിന്റെ മെയിൻ എയിം. എന്താണ്? മാക്സിമം നമ്പർ ഓഫ് ആപ്ലിക്കൻസ് റിസീവ് ചെയ്യാം അല്ലെ. കുറെ ആപ്ലിക്കൻസ് ഉണ്ടെങ്കിലാണ് അതിൽ നിന്ന് ബെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് പൂൾ സൃഷ്ടിക്കുക. അതായത് പറഞ്ഞേക്കുന്നത്. അവിടെ നമ്മൾ നോക്കുമ്പോൾ ആ ജനസംഖ്യ എന്ന് പറഞ്ഞ ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഓർഗനൈസേഷൻ ഉള്ള ഏരിയയില് അല്ലെ ആ ജോലി ചെയ്യാൻ പറ്റിയ വർക്കേഴ്സ് ഉണ്ടോ, റെഡി ആണോ, അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വർക്കേഴ്സ് ഉണ്ടോ എന്നത് ഒരു ഇമ്പോർട്ടന്റ് ആണ്. അതാ പറയുന്നത് അത് പ്രൊപ്പോർഷണൽ ആയിരിക്കണം. നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോഴേ അവിടെ ആ ജോലി ചെയ്യാൻ പറ്റുന്ന ആളുകള് ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ആളുകള് ഉണ്ടോ എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതിനകത്തൊന്ന് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. ഇനി അടുത്ത് നോക്കിയേ, ദ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ഓഫ് സെലക്ടഡ് കാൻഡിഡേറ്റ്സ് എങ്ങനെയായിരിക്കണം? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ്.
ലാസ്റ്റ് സെന്റൻസും കൂടി നോക്കി മനസ്സിലാക്കി വെക്കാം കേട്ടോ. ദ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം ഫെയിൽ ആവണം എങ്ങനെയാ? ടു പ്രൊവൈഡ് ദ കർവ് പൂൾ ഓഫ് ആപ്ലിക്കൻസിന്റെ കുറവാണെങ്കിൽ അല്ലേ, ഇത് ആ പൂള് കുറവാണ്, അല്ലെങ്കിൽ ആപ്ലിക്കൻസ് അത്രയും ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ഇല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ സ്കിൽഡ് പേഴ്സൺസിന്റെ ആവശ്യകത ഫുൾഫിൽ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഇനി അടുത്തതാണ് ഒരു ഇമ്പോർട്ടന്റ്, ഇൻക്രീസ് ആൻഡ് ഇവാലുവേറ്റ് എഫക്റ്റീവ്നെസ്. ഇൻക്രീസസ് വർദ്ധിക്കുന്നു, ഇവാലുവേറ്റ് എഫക്റ്റീവ്നെസ് ഫലപ്രാപ്തി വർദ്ധിക്കുന്നു. As well as the future effectiveness of the individual and the organization gets increased due to recruitment. അതായത് റിക്രൂട്ട്മെന്റ് വഴി നമുക്ക് വ്യക്തികളുടെയും വ്യക്തികളുടെയും അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെയും ഫലപ്രാപ്തി വർദ്ധിക്കുന്നു അല്ലെ. Present as well as future effectiveness of the individual and the organization get increased. ഏതിലൂടെ? ഡ്യൂ ടു റിക്രൂട്ട്മെന്റ്, നിയമനത്തിലൂടെ അതിന്റെ ഓർഗനൈസേഷന്റെ ഇൻഡിവിജ്വലിന്റെ എഫക്റ്റീവ്നെസ് വർദ്ധിക്കുന്നു. അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഇറ്റ് ഓൾസോ അസസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് വെറൈറ്റി ഓഫ് റിക്രൂട്ടിംഗ് മെത്തേഡ് ആൻഡ് സോഴ്സസ് ഫോർ ഓൾ ടൈപ്പ് ഓഫ് ജോബ് ആപ്ലിക്കൻസ്. ഉണ്ടോ? എല്ലാ ആപ്ലിക്കൻസിനും it also assess ചെയ്യാണ്. It also assess the effectiveness, ഫലപ്രാപ്തി ഫലപ്രാപ്തിനെ അസസ് ചെയ്യാണ് ഓഫ് ദ വെറൈറ്റി ഓഫ് റിക്രൂട്ടിംഗ് മെത്തേഡ്. ആ പലതരത്തിലുള്ള റിക്രൂട്ടിംഗ് മെത്തേഡുകളില്ലേ, ആ റിക്രൂട്ടിംഗ് മെത്തേഡുകൾ ആൻഡ് സോഴ്സ്, ഇന്റേണൽ സോഴ്സ് ആണ്, എക്സ്റ്റേണൽ സോഴ്സ്, അങ്ങനെ ആ റിക്രൂട്ട്മെന്റിന്റെ സോഴ്സുകള്, അതിന്റെ മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്, തേർഡ് പാർട്ടി മെത്തേഡ്, അങ്ങനെയൊക്കെ റിക്രൂട്ടിംഗ് മെത്തേഡ്, സോഴ്സസ്, അങ്ങനെ അതിന്റെ ഫലപ്രാപ്തിയെ അസസ് ചെയ്യുന്നു. ഫസ്റ്റ് സെന്റൻസ് അത് അണ്ടർലൈൻ ചെയ്തിടാം. ഫലപ്രാപ്തി വിലയിരുത്തുന്നു. അടുത്തതാണ് റിക്രൂട്ട്മെന്റിന്റെ ഒരു പ്രാധാന്യം, റെഡ്യൂസസ് ടേൺ ഓവർ. ടേൺ ഓവർ എന്ന് പറഞ്ഞ എന്താ? ടേൺ ഓവർ എന്താ? ഒഴിഞ്ഞു പോവുക അല്ലെ. വൺസ് റിക്രൂട്ടഡ് ആൻഡ് സെലക്ടഡ്, ഒരു പ്രാവശ്യം റിക്രൂട്ട് ചെയ്തു, അവരെ സെലക്ട് ചെയ്തു. Then the recruitment process minimizes the chances that the job applicants will quit the organization in the initial phase of placement. അതായത് ഇപ്പൊ നമ്മൾ ഒരു സ്ഥാപനത്തിലേക്ക് പുതിയതായിട്ട് അങ്ങനെ റിക്രൂട്ട് ചെയ്ത ആളുകളില്ലേ, അവരുടെ ആ ടേൺ ഓവർ, അവര് പിന്നെ അവിടെ നിന്ന് ഇനിഷ്യൽ ഫേസ് ഓഫ് പ്ലേസ്മെന്റിന്റെ പ്രാരംഭഘട്ടം മുതല് അവിടെ നിൽക്കുന്ന ആ റിക്രൂട്ട് ചെയ്യുന്നവര് അവിടെ നിന്ന് കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ഉണ്ടോ? അവര് ജോലി രാജിവെച്ച് പോകാനുള്ള, അതാണ് ടേൺ ഓവർ എന്ന് പറയുന്നത്, അത് കുറയ്ക്കുന്നു, അതിന്റെ ചാൻസ് കുറയ്ക്കുന്നു. Then recruitment, once the recruited and selected, the recruitment process minimizes, കുറയ്ക്കുന്നു the chances that job applicants will quit the organization in the initial phase of placement. അതായത് നമ്മൾ പ്രാരംഭഘട്ടത്തിൽ ജോലിക്ക് കയറിയ ആളുകളെ പിന്നീട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ ജോലി വേണ്ടാന്ന് വെച്ച് പോകുന്നത്, അതിന്റെ ഉള്ള സാധ്യത കുറയ്ക്കുന്നു. This in turns result in retention of potential employees. അതെന്താ? ഇത് സാധ്യത, അതിന് യോഗ്യരായിട്ടുള്ള എംപ്ലോയീസിനെ നിലനിർത്താൻ, റീടെൻഷൻ എന്ന് പറഞ്ഞാൽ നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. അപ്പൊ ആരും അവിടെ നിന്ന് പിന്നെ പോകുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ പൊട്ടൻഷ്യൽ എംപ്ലോയീസ് അല്ലെ, അവർ സാധ്യതയുള്ള അല്ലെങ്കിൽ യോഗ്യരായിട്ടുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നു? റീടെൻഷൻ, നിലനിർത്തുന്നു. അതിന്റെ ഫലമായിട്ട് ആരും പോകുന്നില്ല, അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? റിട്ടൻഷൻ ഓഫ് ദ പൊട്ടൻഷ്യൽ എംപ്ലോയീസ്. അതിനെ ആ സാധ്യതയുള്ള എംപ്ലോയീസിനെ നിലനിർത്താനും അതിൽ സഹായിക്കുന്നു, അതിന്റെ ഫലമായിട്ട് സഹായിക്കുന്നു. ഓക്കെ, അത്രയാണ് ഇമ്പോർട്ടൻസ്. ഒന്ന് നോക്കി വെക്കാം കേട്ടോ, പോയിന്റ്സുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. എന്തൊക്കെയാണ് റിക്രൂട്ട്മെന്റിൽ പ്രാധാന്യം? പ്രസന്റ് ഫ്യൂച്ചർ റിക്വയർമെന്റ്സ് നിർണ്ണയിക്കാൻ, ക്രിയേറ്റ് ആൻഡ് ഇൻക്രീസ് ആപ്ലിക്കൻസ് പൂള് ഇൻക്രീസ് ചെയ്യുക, കൂടുതൽ ആപ്ലിക്കൻസ് പൂൾ ഉണ്ടാക്കുക എന്നുള്ളത്. ദെൻ ഇൻക്രീസസ് സക്സസ് റേറ്റ് ഓഫ് സെലക്ഷന്റെ ഉയർന്ന നിരക്ക്, സക്സസ് റേറ്റ്. ദെൻ ഈ ഓർഗനൈസേഷന്റെ കടമകള് നിറവേറ്റുക എന്നുള്ളത്. ഇവാലുവേറ്റ് ഇൻക്രീസസ് ആൻഡ് എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി, ആ വ്യക്തികളുടെയും സ്ഥാപനത്തിന്റെയും ഫലപ്രാപ്തി വർദ്ധിക്കുന്നു. ടേൺ ഓവർ കുറയുന്നു.
ഇനി അടുത്തതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു സെന്റൻസ് നോക്കി വെക്കാം. സെലക്ഷൻ എന്താ? സെലക്ഷൻ refers to the process in which individuals are selected from a list of job applicants, possessing the required knowledge and skills for the job to perform in the organization. എന്താ സെലക്ഷൻ എന്ന് പറയുന്നത്? ഒരു ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനത്തില് നിർവഹിക്കേണ്ട ഒരു ജോബ് പൊസിഷൻ ഉണ്ടല്ലോ, ആ പൊസിഷൻ നിർവഹിക്കാൻ സ്കിൽഡ് ആയിട്ടുള്ള, നോളജ് ആയിട്ടുള്ള ആളുകളെ ഒരു ലിസ്റ്റ് ഓഫ് ആപ്ലിക്കൻസിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ട് സെന്റൻസ് ഡാഷ് റെഫേഴ്സ് ടു അങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. എന്താണ്? ഒരു ഓർഗനൈസേഷനില് അവിടെ നിർവഹിക്കേണ്ട ജോലി, ആ ജോലിക്ക് അറിവുള്ള, സ്കിൽഡ് ആയിട്ടുള്ള, കഴിവുള്ള ആളുകളെ എന്ത് ചെയ്യുന്നു? ഒരു ലിസ്റ്റ് ഓഫ് ജോബ് ആപ്ലിക്കൻസ്, അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യാണ്. അതിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അണ്ടർലൈൻ ചെയ്തോ ആ സെന്റൻസ്. Selection is a process which includes various phases such as reviewing the applicants in order to check whether they are suitable for the job or not. അതല്ലേ സെലക്ഷൻ ചെയ്യുന്നത് അല്ലേ? എന്താ ചെയ്യുന്നത്? അവര് ആ ജോലിക്ക് സ്യൂട്ട് ആണോ അല്ലയോ, അതാണ് സെലക്ഷൻ പ്രോസസ് പറയുന്നത് അല്ലേ? അവര് നമ്മൾ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അവര് സ്യൂട്ട് ആയിട്ടുള്ളവരെയല്ലേ സെലക്ട് ചെയ്യുന്നത്. അതായത് അവര് ആ ജോലി ചെയ്യാൻ അവര് സ്യൂട്ട് ആണോ അല്ലയോ, ചെക്ക് വെദർ ദേ ആർ സ്യൂട്ട് ഫോർ ദ ജോബ് ഓർ നോട്ട്, ആ ജോലിക്ക് സ്യൂട്ട് ആണോ അല്ലയോ, അതാണ് സെലക്ഷൻ പ്രോസസ് പറയുന്നത്. സെലക്ഷൻ, ഓക്കെ, സെലക്ടിങ് ദ റൈറ്റ് വൺ ഫ്രം ദ ലിസ്റ്റ് ഓഫ് ആപ്ലിക്കൻസ് അല്ലെ? ഒരു കൂട്ടം ആപ്ലിക്കൻസിൽ നിന്ന് ശരിയായിട്ടുള്ളവരെ, കറക്റ്റ് ആയിട്ടുള്ളവരെ, ആ ജോലിക്ക് ഫിറ്റ് ആയിട്ടുള്ളവരെ, ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ, എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരെ ഒക്കെ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. സെലക്ട് ദ റൈറ്റ് വൺ, ശരിയായിട്ടുള്ളവരെ സെലക്ട് ചെയ്യും. ബാക്കിയോ? ആൻഡ് റിജക്ട് ദ റെസ്റ്റ്, ബാക്കിയുള്ളവരെ റിജക്ട് ചെയ്യും. 30 പേര് ഉണ്ട്, 5 പേരെ സെലക്ട് ചെയ്തു, ബാക്കി 25 പേരെ എന്ത് ചെയ്യുന്നു? റിജക്ട് ചെയ്യുന്നു. റെസ്റ്റ് ആയിട്ടുള്ളവരെ, ബാക്കിയുള്ളവരെ റിജക്ട് ചെയ്യുന്നു. അണ്ടർലൈൻ ചെയ്തോട്ട് ആ സെന്റൻസ്. ഡാഷ് ഈസ് എ പ്രോസസ് അങ്ങനെയും ചോദിക്കാം. രണ്ടാമത്തെ സെന്റൻസും അവിടെ ചോദിക്കാം. സൂട്ടബിൾ ആണോ അല്ലയോ നോക്കുന്നു, അല്ലെങ്കിൽ ശരിയായിട്ടുള്ളവരെ സെലക്ട് ചെയ്യുന്നു, ബാക്കിയുള്ളവരെ എന്ത് ചെയ്യുന്നു? റിജക്ട് ചെയ്യുന്നു. അതും സെലക്ഷൻ ആണ്. Therefore, selection can be regarded as a negative process in its applications. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ആണ്. കുറെ പേര് കളയല്ലേ അല്ലേ? കുറെ പേര് അവിടെ കളയുന്നത് കൊണ്ട് ഇതെന്താണ്? ഒരു നെഗറ്റീവ് പ്രോസസ് ആണ്. അണ്ടർലൈൻ ചെയ്തിട്ട് സെന്റൻസ്. Therefore, the selection can be regarded as a negative process. Selection എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പ്രോസസ് ആണ്. സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പ്രോസസ് ആണ്. As it main aim is to reject as many unsuitable individual as possible. കുറെ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള, അനുയോജ്യമല്ലാത്ത ഇൻഡിവിജ്വൽസിനെ റിജക്ട് ചെയ്യുന്നു. അതാണ് മെയിൻ എയിം. സെലക്ഷന്റെ മെയിൻ എയിം എന്താണ്? അണ്ടർലൈൻ ചെയ്തേ. മെയിൻ എയിം is to reject as many unsuitable individuals as possible, so as to get right and appropriate candidates for the organization. ശരിയായിട്ടുള്ള, അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യുന്നു? അവരെ തെരഞ്ഞെടുക്കുന്നു. ബാക്കിയുള്ളവരെ, അൺസ്യൂട്ടബിൾ ആയിട്ടുള്ളവരെ എന്ത് ചെയ്യുന്നു? റിജക്ട് ചെയ്യുന്നു. അതാണ് സെലക്ഷന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അത് അണ്ടർലൈൻ ചെയ്തോട്ടോ. ലാസ്റ്റ് സെന്റൻസ്. സെലക്ഷൻ ക്യാൻ ബി റിഗാർഡഡ് ആസ് എ നെഗറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത് മെയിൻ എയിം എന്താണ്? മെയിൻ എയിം എന്താണ്? അൺസ്യൂട്ടബിൾ ഇൻഡിവിജ്വലിനെ റിജക്ട് ചെയ്യുന്നു, ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ അല്ല? ഇത്രയും കാര്യങ്ങൾ. ഇനി കുറച്ച് സെലക്ഷന്റെ കുറച്ച് ഡെഫിനേഷൻസ് ഒക്കെയാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചിരുന്നു തന്നെ വായിച്ച് മനസ്സിലാക്കി വെക്കുക. ബൈഹാർട്ട് ചെയ്യുക ഞാൻ പറയില്ല, വായിക്കുക, മനസ്സിലാക്കി വെക്കുക. അണ്ടർലൈൻ ചെയ്തത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അവിടെ ഡാഷൊക്കെ വന്നാലും ഫില്ല് ചെയ്യാൻ പാകത്തിന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. ഇന്ന് തന്നെ വായിക്കണം കേട്ടോ. നാളത്തേക്ക് ആകുമ്പോൾ കുറച്ച് മറന്നു പോകും, പിറ്റേ ദിവസം ആകുമ്പോൾ കുറച്ചുകൂടി മറന്നു പോകും, ലാസ്റ്റ് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് തന്നെ വായിച്ചു വെക്കാം. ഒരു ക്ലാസ്സിലേ ഉള്ളൂ ഇന്ന് എടുക്കുന്നത്, ഇന്ന് തന്നെ വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ബൈഹാർട്ട് ചെയ്യേണ്ട.